ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്കും അതുപോലെ തന്നെ നാളത്തെ വിശേഷത്തിലേക്കും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ നാളത്തെ വിശേഷവും പറയുന്നുണ്ട്, പിന്നെ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ സച്ചി വെറുതെ കള്ളത്തരമൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിനെ അങ്ങോട്ട് പറ്റിച്ച് രേവതിനെ അങ്ങോട്ട് ആസാക്കി വെച്ചു കേട്ടോ. രേവതി വാരി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ സച്ചി പറഞ്ഞത് എന്റെ കൈക്ക് വയ്യ എന്ന്. ഏതായാലും നമ്മുടെ രേവതി അത് വാരി കൊടുക്കുകയും ചെയ്തു. വാരി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് പോകുക രേവതി എന്ന് പറഞ്ഞ് കൈയൊക്കെ എടുത്തൊരു ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തപ്പോഴാണ് പുള്ളിക്കാരിക്ക് മനസ്സിലായത് നമ്മുടെ സച്ചിയുടെ വെറുമാട്ടമായിരുന്നു എന്ന്. എന്താ സച്ചേട്ടാ, സച്ചേട്ടനപ്പം കൈക്ക് പ്രശ്നമൊന്നുമില്ലേ? അത് പിന്നെ എന്റെ കൈക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ വെറുതെ നിന്നെ ഒന്ന് പറ്റിച്ചതാണ്. ഓഹോ, അപ്പൊ എന്നെ പറ്റിച്ചതാണല്ലേ? ആ കൊള്ളാം, എങ്കിൽ പിന്നെ ആ കൈ അങ്ങ് പിടിച്ച് ഞാൻ ശരിക്കും അങ്ങ് പ്രശ്നം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കൈ പിടിച്ചങ്ങ് തിരിച്ചു കിട്ടോ. അപ്പൊ നമ്മുടെ സച്ചി ജീവൻ പോയിട്ട് അയ്യോ അച്ചാന്ന് പറഞ്ഞ ഒറ്റ കാർച്ച. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ അവിടെ വന്നിട്ട് എന്താ മോനെ, എന്താ നീ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചപ്പം ഏയ് ഒന്നുമില്ല അച്ഛാ, ഞാൻ പോവാന്ന് പറയാൻ വേണ്ടി അച്ഛനെ വിളിച്ചതാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ദേ ഇനി ഇതുപോലെ വല്ല അടവുമായിട്ട് എന്റെ അടുത്തേക്ക് വന്നാണ്ടല്ലോ, കൈയല്ല പിടിച്ച് തിരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ രണ്ട് കാലും പിടിച്ച് തിരിച്ചോടിച്ച് ഞാൻ വീട്ടിൽ ഇടുന്നു പറഞ്ഞു. കാല് പിടിച്ച് ഓടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ആര് ചെലവിന് കൊണ്ടുതരും? പിന്നെ ചെലവിന് കൊണ്ടുതരാനേ എന്നെ ഇത്രയും നാളും ഞാൻ തന്നെയാ നോക്കിയത്. എനിക്ക് തന്നെ ജീവിക്കാനൊക്കെ അറിയാം. ഇനിയിപ്പൊ നിങ്ങളില്ലെങ്കിലും ചെലവ് എങ്ങനെ ഉണ്ടാക്കണമെന്നും ചെലവ് എങ്ങനെ ചെയ്യണമെന്നും നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. ഒരു കാര്യം ചെയ്യേ, ഇപ്പൊ പോയി ഓടാൻ നോക്ക്. ഒരുപാട് കടമുണ്ടെന്നല്ലേ പറയുന്നത്, എങ്കിൽ പിന്നെ ഒത്തിരി നിന്ന് വാചകം അടിക്കണ്ട, ചെന്നോട് വണ്ടി ഓടിക്കാൻ പോ എന്നിങ്ങനെ പറഞ്ഞു. നമ്മുടെ സച്ചി അങ്ങ് ചിരിച്ചു കളിച്ച് ഇറങ്ങി പോവുകയും ചെയ്തു കേട്ടോ. ഇതേ സമയം നമ്മുടെ സുധി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് ശ്രീകാന്ത് വിളിക്കണതേ. അപ്പൊ ശ്രീകാന്ത് വിളിച്ചിട്ട് സുധിയേട്ടനെ എന്താ സുധിയേട്ടൻ ഇത്രയും നാളും ഫോൺ എടുക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പം ഫോൺ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ആണല്ലോ നീ ഇവിടെ ചെയ്തിട്ട് പോയത്. നിനക്കറിയാമോ നീ പോയി കഴിഞ്ഞ ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിന്ന്? എന്നിട്ട് നിനക്ക് എങ്ങനെയാ നിനക്ക് പോവാൻ തോന്നിയത്? എങ്കിലും കൊള്ളാടാ ശ്രീകാന്ത് എന്ന് പറഞ്ഞപ്പോ അത് പിന്നെ എന്ത് പറയാനാ, പറ്റിപ്പോയി, അപ്പത്തെ സാഹചര്യത്തിൽ സംഭവിച്ചു പോയി. അതിന് ഇനിയിപ്പം ഞാൻ എന്ത് പ്രായച്ചിത്താ ചെയ്യേണ്ടത്? പിന്നെ ആരും ഞാൻ ഫോൺ വിളിച്ച എടുക്കില്ല. എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ വലിയ ആഗ്രഹമുണ്ട്. എല്ലാവരും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അമ്മ പഠിച്ച പണി 18 നോക്കുന്നുണ്ട് നീ വീട്ടിലേക്ക് കയറ്റാന്. പക്ഷെ അതൊന്നും നടക്കുന്നു തോന്നുന്നില്ല. സച്ചി അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. സച്ചി നിന്നെ ഇവിടെ കേറ്റില്ല എന്നാ പറയുന്നത്. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം നിനക്കില്ലല്ലോ. വലിയൊരു പണമുള്ള വീട്ടിലെ പെണ്ണിനെയല്ലേ നീ കെട്ടിയത്? പണമുള്ള വീട്ടിലെ പെണ്ണിനെ കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ വീട്ടിൽ വരാതിരിക്കാൻ പറ്റുമോ ഏട്ടാ എന്ന് ചോദിച്ചപ്പം അല്ല ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ, അവക്ക് വലിയ പണം ഉണ്ടല്ലോ, നീ വലിയ പുളിങ്കൊപ്പി തന്നെയാണല്ലോ പിടിച്ചേക്കുന്നത്. അല്ല ഇപ്പം സുധിയേട്ടനും കെട്ടിയേക്കുന്നത് വലിയ പണമുള്ള വീട്ടിലെ പെണ്ണിനെയല്ലേ? അത് പിന്നെ പണമുള്ള വീട്ടിലെ പെണ്ണാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എന്റെ കയ്യിൽ ഇതുവരെ പണം വന്നിട്ടില്ലല്ലോ. ഈ പണവും ചെക്കും തമ്മിലുള്ള വ്യത്യാസം നിനക്കറിയില്ലേ? ചെക്ക് നമ്മുടെ കയ്യിലിരിക്കും, പക്ഷെ അത് പണമാക്കാൻ കുറച്ച് പാടുപെടും. ബാങ്കിൽ പോകണം, പണമാക്കണം. അതുപോലെയാ എന്റെ അവസ്ഥ. പണം ഉണ്ടായിട്ടും പണം കയ്യിലില്ലാത്ത അവസ്ഥ. പക്ഷെ നിന്റെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. മണി തൊട്ട് അതെല്ലാം നിന്റെ കയ്യിൽ ഇല്ലേടാന്ന് ചോദിച്ചപ്പം പണമൊന്നും അല്ല കാര്യം, പണത്തിനൊന്നും ഒരു കാര്യവും ഞാനിപ്പോ കൊടുക്കുന്നില്ല. പണം കൊണ്ടൊന്നും കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കിടയിലുണ്ട്. നമ്മുടെ കുടുംബം, സന്തോഷം, അതൊക്കെ എനിക്കിപ്പോ നഷ്ടമായിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സുധി പറഞ്ഞു, നിനക്ക് എന്ത് നഷ്ടമായി? പണം ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുക്കാന്നല്ലേ ഉള്ളൂ. പിന്നെ സച്ചിയുടെ സ്വഭാവം അനുസരിച്ച് നിന്നെ ഇങ്ങോട്ടേക്ക് സച്ചി കൊണ്ടുവരാൻ സമ്മതിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവൻ ഇപ്പോഴും എതിർത്ത് തന്നെയാ നിൽക്കുന്നത്. അവന് നീ ഇവിടെ വരുന്നതിന് വലിയ താല്പര്യമൊന്നും ഇല്ലെന്നേ. പിന്നെ എന്റെ ശ്രുതി ഉണ്ടല്ലോ, നിന്നെ ഇവിടെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ സച്ചി രേവതി കൊണ്ടുവരുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മുടെ സച്ചിനെ രേവതിനെ കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, എന്തിനാ ഏട്ടാ വെറുതെ അവരെ കുറിച്ച് കുറ്റം പറയുന്നത്? ഏടത്തി ഒന്നും ചെയ്തിട്ടില്ല, ഏടത്തി പാവാ. അതുപോലെ ഏട്ടനും സച്ചിയേട്ടനും പാവം തന്നെയാ. പിന്നെ ഞാൻ ചെയ്ത തെറ്റല്ലാതെ ആവുന്നില്ലല്ലോ, അത് തെറ്റ് തന്നെയാന്ന് എനിക്കറിയാം. ഏതായാലും എന്തെങ്കിലും ഞാനൊന്ന് ചെയ്യാം. എനിക്ക് വീട്ടിൽ വരാതെ ഇവിടെ ഒന്നും ഉറങ്ങാൻ കൂടി പറ്റുന്നില്ല. എനിക്ക് എന്തോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് സന്തോഷിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, അമ്മ ഇവിടെ കിടന്ന് വാശിയൊക്കെ പിടിക്കുന്നുണ്ട്. ഏതായാലും നീ നോക്ക, ചിലപ്പോ നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. അങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്ത്. അപ്പോഴാണ് വർഷ വരുന്നത്. വർഷ വന്നിട്ട് ചോദിച്ചു, എന്തു വെച്ച് ശ്രീകാന്തേ, നിനക്ക് വല്ലാത്തൊരു സങ്കടം? ഇത്രയും നേരം നിനക്ക് സന്തോഷമായിരുന്നല്ലോ. ഒന്നുമില്ല, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് ഞാൻ ചായ ഇട്ട് തരട്ടെ? ചായ ഒക്കെ ഇട്ട് തരാം. അതിനു മുമ്പ് എന്തോ പ്രശ്നമുണ്ടല്ലോ. അത് പിന്നെ ഇപ്പൊ എന്നെ സുധിയേട്ടനെ ഞാനൊന്ന് വിളിച്ചായിരുന്നെന്ന് പറഞ്ഞു. അപ്പം സുധിയെ ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ട് നിൽക്കുന്നു എന്ന് ഏകദേശം നമ്മുടെ വർഷ കണ്ടു കേട്ടോ. അപ്പം വർഷ വന്നതും പെട്ടെന്ന് ഓഫ് ചെയ്തു.
അപ്പൊ അതുകൊണ്ട് തന്നെ വർഷയ്ക്ക് അരിശമായി. വർഷ പറഞ്ഞു, അല്ല ഫോൺ വിളിച്ചത് ആരെയാണ് എന്ന് ചോദിച്ചപ്പോഴാണ് സുധീനെയാന്ന് പറയുന്നത്, സുധിയേട്ടനെയാന്ന് പറയുന്നത്. അതെന്താ ഞാൻ വന്നപ്പോ കട്ട് ചെയ്തത്? എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? അതൊന്നുമില്ല, എങ്കിലും എന്തോ എനിക്ക് വീട്ടിലേക്കൊക്കെ പോവാൻ തോന്നുക. എനിക്കറിയില്ല, എന്തോ അമ്മ ഇപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നാ സുധിയേട്ടൻ പറഞ്ഞത്. അപ്പൊ പിന്നെ നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോയാൽ ഇനി പ്രശ്നമില്ലായിരിക്കും അല്ലേ എന്ന് പറയുമ്പോ, പിന്നെ നിന്റെ ആ സച്ചേട്ടനുള്ള വീട്ടിലേക്ക് ഞാൻ വരാന് എന്റെ ജന്മത്തിൽ ഞാൻ വരില്ല എന്റെ ശ്രീകാന്തെ. നിനക്ക് അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ, പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നീ കണ്ടിട്ട് പോന്നോ, അല്ലാതെ എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞപ്പം എന്താ കുടുംബം ഇല്ലാതെ ജീവിക്കാന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അത് പിന്നെ കുടുംബം ഇല്ലാതെ ജീവിക്കാന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഈ കുടുംബത്തിൽ നിന്ന് തന്നെയാണല്ലോ നീ ഇറങ്ങി വന്നത്. എന്നിട്ട് അവര് നിന്നെ ഒന്ന് വിളിച്ചോ? ഇല്ല. അല്ല, നിന്റെ വീട്ടുകാർ നിന്നെ വിളിച്ചോന്ന് നമ്മുടെ വർഷയോട് ശ്രീകാന്ത് ചോദിച്ചപ്പോ, എന്റെ വീട്ടുകാർ വിളിച്ചില്ല, അതിലെനിക്ക് പരാതിയില്ല, പരിഭവവും ഇല്ല. അതുപോലെയല്ല, എന്റെ വീട്ടുകാർ വിളിച്ചില്ലല്ലോ, എനിക്ക് സങ്കടമുണ്ട്. സത്യം പറഞ്ഞ് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പൊ എന്റെ കൂടെ കിടന്നിട്ട് നിനക്ക് ഉറക്കം കിട്ടുന്നില്ലെന്നല്ലേ നീ പറയുന്നത്? പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് എന്നെക്കാളും വലുത് നിന്റെ വീട്ടുകാരാണത്രേ, അതല്ലേ നീ പറയുന്നത്? ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ, എനിക്ക് ഒന്നും വേണ്ട, നീ ഒന്നും ഉണ്ടാക്കിയും തരണ്ട. നിനക്ക് അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർ തന്നെയാ വലുത്. ഞാൻ എപ്പോഴും നിനക്ക് അധികപ്പറ്റ, ഞാൻ കാരണമാണ് നിന്റെ വീട്ടുകാരെ നഷ്ടപ്പെട്ടെന്ന് നീ എപ്പോഴും പറയാറുണ്ട്. അതെല്ലാം ശരി തന്നെയാ. ഇല്ല, എനിക്ക് നിന്നോട് വഴക്ക് കൂടാൻ വയ്യ. നീ നിന്റെ സ്വതന്ത്രമായിട്ട് നീ പൊക്കോ, ഞാൻ എന്റെ വഴിക്ക് പൊക്കോളാം എന്ന് പറഞ്ഞ് നമ്മുടെ വർഷ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ശ്രീകാന്ത് നിക്ക് വർഷ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ വർഷം നിൽക്കുന്നില്ല. വർഷ ദേഷ്യം വന്നിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അവളെ ഒന്ന് വിളിക്കട്ടെ, ഞാൻ രേവതി ചേച്ചി ഒന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറപുറത്തോണ്ട് അങ്ങ് പോവുകയാണ്. എന്നാലും ഈ സമയത്താണ് നമ്മുടെ പഴയ ഒരു പുള്ളിക്കാരന്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ, നമ്മുടെ വർഷനെ വിവാഹം കഴിക്കാൻ ഇരുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, അപ്പൊ ആ പയ്യന്റെ കൂട്ടുകാർ കാണുകയും ആ പയ്യനെ വിളിച്ച് വിവരം അറിയിക്കുകയാണ്. എടാ, പറ്റിയൊരു അവസരം കിട്ടിയിട്ടുണ്ട്, അവള് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടത്, എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത്, ഇപ്പം നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. റോഷൻ നാട്ടോ പേര്, ഇപ്പോഴായിരിക്കും പേര് ഓർമ്മ വന്നത്. അങ്ങനെ റോഷൻ എത്തുകയാണ്. അങ്ങനെ റോഷൻ എത്തുന്നതിന് മുമ്പ് നമ്മുടെ രേവതിനെ ഫോൺ വിളിച്ചു കേട്ടോ. രേവതിനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇപ്പൊ തന്നെ രേവതി ചേച്ചിനെ കാണുന്ന ഒരു സ്ഥലം വരെ വരണം എന്നാ പറഞ്ഞിരിക്കുന്നത്. രേവതി ഫോൺ എടുത്തിട്ട് ഓക്കെ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. രേവതിക്ക് ആദ്യമൊന്നും പോകാൻ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ എന്താണെന്ന് അറിയണമല്ലോ, എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അതൊന്നും അറിയണമല്ലോ എന്നോർത്ത് നമ്മുടെ രേവതി വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വർഷേനെ കാണാൻ വേണ്ടി. അങ്ങനെ വർഷേനെ കാണാൻ വേണ്ടി വർഷ ഒരു റെസ്റ്റോറന്റിൽ ചെന്നിരുന്നു. അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ വർഷേനെ കണ്ട ഉടനെ തന്നെ, എന്താ നീ ഇപ്പൊ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അല്ല, എന്നെ വല്ല ട്രാപ്പിൽ പെടുത്താനാണോ? നീ നിന്റെ കെട്ടിയവനും കൂടെ ചേർന്ന് എന്നെ കുറെ ട്രാപ്പിൽ പെടുത്തിയില്ലോ എന്ന് പറഞ്ഞപ്പം, ചേച്ചി ഞാൻ അതൊന്നും സംസാരിക്കാനല്ല വന്നത്. ഞാൻ സംസാരിക്കാൻ വന്നത് ഇപ്പൊ ശ്രീകാന്തിനെ കുറിച്ചാ. അവനിപ്പം വീട്ടുകാർ മാത്രം മതി, എന്നെ വേണ്ടെന്ന് അവൻ പറയുന്നത്. ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ട് ഇവിടെ ഇരിക്കുന്നതെന്ന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, വർഷ നീ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത്? വീട്ടുകാരില്ലാതെ ജീവിക്കാൻ പറ്റുമോ? നിന്റെ അമ്മയും നിന്റെ അച്ഛനെയും നിനക്ക് മറക്കാൻ പറ്റുമോ? എന്റെ അമ്മയും എന്റെ അച്ഛനെയും എനിക്ക് മറക്കാൻ പറ്റും. അതുപോലെ സുധിക്ക് മറന്നാ എന്താ കുഴപ്പം? അത് നീ ഒറ്റ പെൺകുട്ടി ആയോണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. എന്താ, ഒറ്റ പെൺകുട്ടി ആയാല് ജീവിക്കണ്ടേ? ജീവിക്കാൻ പറ്റില്ലേ? ഞാൻ ഒറ്റ പെൺകുട്ടി തന്നെയാ, പക്ഷെ ഞാൻ നല്ല സുഖമായിട്ടാണല്ലോ ജീവിച്ചത്. അതുപോലെ തന്നെയാണ് ശ്രീകാന്ത് ജീവിച്ചത്. പക്ഷെ എല്ലാവരുടെയും ജീവിത സാഹചര്യം ഒരുപോലെ ആകണമെന്നില്ലല്ലോ വർഷ. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്കിപ്പോ ഒരു സഹോദരനും സഹോദരിയൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് ആ ഒരു ബന്ധത്തിന്റെ വില മനസ്സിലാവത്തുള്ളൂ എന്ന് പറയുമ്പോ, പിന്നെ ബന്ധം, ഭയങ്കര ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കാൾ വലിയൊരു ബന്ധമൊന്നും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കണം, ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കണം, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് തന്നെയാണ് ഒരു ശരിയായ ബന്ധം എന്ന് പറഞ്ഞാല്. ഒരു ഭർത്താവ് ഭാര്യ എന്ന് പറഞ്ഞാലെന്ന് പറഞ്ഞപ്പം അതൊക്കെ ശരിയാണ്. അല്ല, നിനക്കറിയാമോ, ഈ കുടുംബത്തിൽ വന്ന് താമസിക്കുക എന്ന് പറയുമ്പോഴേ അത് പ്രത്യേക ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹവും ഒരു ദൈവഭാഗ്യവും ഒക്കെ വേണം. ഞാൻ ഈ പറയുന്ന പോലെ നിന്റെ സച്ചേട്ടനെ അറിയാലോ. എന്റെ സച്ചേട്ടനെ ആദ്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം എത്രമാത്രം പാവമാണെന്നും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ഒക്കെ ഞാൻ പിന്നെ അറിഞ്ഞത്. ഞങ്ങൾ കുടുംബം എന്തെന്ന് മനസ്സിലാക്കി ഇപ്പൊ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അതുപോലെ നീയും അങ്ങനെയൊക്കെ ആയിക്കോളും, ഇത് ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, പിന്നെ സച്ചേട്ടനെ കുറിച്ച് കൂടുതൽ പറയുമെന്നും വേണ്ട, എനിക്ക് സത്യം പറഞ്ഞ സച്ചേട്ടനെ പേടിയാ. സച്ചിന്ന് പേര് കേൾക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ. ആ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ വരാനാ? ആ സച്ചേട്ടൻ കുടിച്ച് കൂത്താടി നടക്കുന്ന ആ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ വരും? പറ രേവതി ചേച്ചി ഒന്ന് പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അത് പിന്നെ നിനക്ക് സച്ചേട്ടനെ കുറിച്ച് അറിയത്തില്ലാഞ്ഞിട്ടാ. ശ്രീകാന്ത് നിന്നോട് ഒരുപാട് പറഞ്ഞു കാണുമായിരിക്കും. ശ്രീകാന്ത് ഇത് തന്നെയാ പറയുന്നത്, സച്ചേട്ടൻ പാവമാണെന്ന്. പക്ഷെ എത്രമാത്രം ഉപദ്രവിച്ചു ശ്രീകാന്തിനെ, അതൊക്കെ കണ്ടില്ല എന്ന് വെക്കണോ ഞാൻ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം പറഞ്ഞു, വർഷ നീ സമാധാനമായിട്ടിരിക്കുക, വേണ്ട, എനിക്ക് മനസ്സിലായി, ഞാൻ പറയുന്ന ഒന്നും രേവതി ചേച്ചിക്കും പിടി കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് നമ്മുടെ വർഷ നേരെ ഇറങ്ങി പോകുന്നു. നമ്മുടെ രേവതിയും അവിടെ നിന്ന് നിങ്ങൾ എന്തെങ്കിലും കാണിക്കുന്ന പറഞ്ഞ്
രേവതി അങ്ങ് മാറിപ്പോയി. കുറെ നമ്മുടെ രേവതി ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അതിലൊന്നും ബ്രെയിൻ വാഷ് ആവുന്നില്ല നമ്മുടെ വർഷ. അപ്പം വർഷ അങ്ങ് ഇറങ്ങിപ്പോയപ്പോഴാണ് പെട്ടെന്ന് റോഷൻ വരികയും റോഷന്റെ കയ്യിലൊരു ആസിഡ് ഇരിക്കുകയാണ്. ഒരു കുപ്പി ആസിഡ് ഇരുന്നിട്ട് അത് നമ്മുടെ വർഷയുടെ മുഖത്തൊഴിക്കാനാണ് പ്ലാന്. അങ്ങനെ ആസിഡ് കുപ്പിയുമായിട്ട് റോഷൻ വന്ന് വർഷയുടെ മുമ്പിൽ ചാടുന്നു. വർഷ പേടിച്ചു നിൽക്കുന്നു. റോഷൻ ഈ കുപ്പി എടുത്ത് അങ്ങോട്ട് നമ്മുടെ വർഷയുടെ മുഖത്തേക്ക് എറിയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്നാണ് അവിടെ നിന്നൊരു ചുടുകല്ല് പറന്നു വന്ന് നമ്മുടെ റോഷന്റെ കയ്യിൽ വീഴുകയും ആ ആസിഡ് നിലത്ത് വീഴുകയും ചെയ്യുന്നത് വേറെ ആരുമല്ല, നമ്മുടെ രേവതി തന്നെയാണ് കേട്ടോ ആ ഒരു ഇഷ്ടിക എടുത്ത് എറിഞ്ഞത്. അങ്ങനെ രേവതി വന്ന് രക്ഷിക്കുകയാണ്. ഏതായാലും രേവതി നമ്മുടെ വർഷേനെ രക്ഷിച്ചിട്ട് രേവതി എല്ലാ കാര്യവും പറഞ്ഞ് വർഷേനെ മനസ്സിലാക്കുകയാണ്. ഒരു തന്നെയുള്ള ഒരു ജീവിതവും ഇതുപോലെ തന്നെയാണ്. നിനക്കിപ്പോ ഒരു കുടുംബക്കാരില്ലാതെ വന്നാൽ, എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ നിനക്ക് ആരാണുള്ളത് അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയാം. അപ്പം നമ്മുടെ വർഷ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. അപ്പം വർഷയ്ക്ക് മനസ്സിലായി രേവതി പറയുന്നതിലും കാര്യമുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കുടുംബക്കാരുമായിട്ട് ജീവിക്കുന്ന പോലെ അത്രയ്ക്ക് സേഫ് ഒന്നും അല്ല എന്ന് നമ്മുടെ വർഷയ്ക്ക് മനസ്സിലായി. അങ്ങനെ വർഷേനെ കൂട്ടി നേരെ നമ്മുടെ രേവതി എങ്ങോട്ടേക്കാ പോകുന്നത്? വർഷയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ വർഷ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നിലവിലുള്ളത്. കാരണം അറിയാലോ, ആസിഡ് ഒഴിക്കാൻ വരിക എന്നൊക്കെ പറഞ്ഞ പേടിച്ചു പോയി. അപ്പം രേവതി നമ്മുടെ വർഷയുടെ കൂടെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ വർഷേനെ സമാധാനിപ്പിക്കുകയും പേടിച്ചു പോയത് കൊണ്ട് തന്നെ സമാധാനിപ്പിക്കുകയും കോഫി ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കോഫി എവിടെയാന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് വർഷ പറയുന്നു. അപ്പൊ തന്നെ വർഷയുടെ ഏകദേശം സ്വഭാവം എന്താണെന്ന് നമ്മുടെ രേവതിക്ക് മനസ്സിലാവും. അപ്പൊ അടുക്കള കയറ്റം ഒന്നും ഇല്ല എന്ന് മനസ്സിലായി. ആ ഒരു സമയത്ത് നമ്മുടെ ശ്രീകാന്ത് വരുന്നു. ശ്രീകാന്തിന് വിവരം വിളിച്ച് അറിയിച്ചായിരുന്നു നമ്മുടെ രേവതി. അപ്പൊ ശ്രീകാന്ത് വന്ന് വർഷേനെ സമാധാനപ്പെടുത്തുന്നു. അവര് തമ്മിലുള്ള പ്രശ്നമൊക്കെ മാറുന്നു. അങ്ങനെ നമ്മുടെ വർഷ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ, വീട്ടിലേക്ക് പോകാതെ ശരിയാവില്ല എന്നൊരു ചെറിയൊരു തീരുമാനം നമ്മുടെ വർഷം എടുക്കുന്നുണ്ട്. കാരണം എല്ലാവരും കൂടെ ഉള്ളത് തന്നെയാണ് സേഫ് എന്ന് നമ്മുടെ വർഷയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങ് ഫേമസ് ആവുക. ആരോ സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഈ ഒരു ആസിഡ് ഒഴിക്കുന്ന ആ ഒരു സീനൊക്കെ ഇടുകയും നമ്മുടെ രേവതി ഒരു പെൺകുട്ടിയെ രക്ഷിച്ചെന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മൊത്തം പാട്ടായി. ഇപ്പൊ നമ്മുടെ രേവതി അറിയുന്നില്ല. രേവതി നേരെ സച്ചിയുടെ അടുത്ത് ചെല്ലുകയാണ്. സച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോൾ രേവതിയുടെ പുറകെ കുറെ ആൾക്കാരൊക്കെ ഓടി വരുന്നു, മീഡിയക്കാരൊക്കെ വരുന്നു, ഇന്റർവ്യൂ എടുക്കുന്നു. നമ്മുടെ സച്ചിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ രേവതിക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പൊ രേവതിയോട് ചോദിച്ചു, കുട്ടിയല്ലേ ആ ഒരു കുട്ടീനെ രക്ഷിച്ചതെന്ന്. അപ്പോഴാണ് രേവതിക്ക് മനസ്സിലായത് അതെല്ലാവരും ഇപ്പൊ അറിഞ്ഞു എന്നും ഫേമസ് ആയെന്നും അതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും. ഏതായാലും നമ്മുടെ സച്ചിക്ക് ഒരു വലിയ ക്രെഡിറ്റ് ആവുകയാണ് കേട്ടോ. അത് തന്റെ ഭാര്യയാണല്ലോ ഒരു പെൺകുട്ടിയുടെ ജീവനും ജീവിതവും ഒക്കെ രക്ഷിച്ചത്. അപ്പം നമ്മുടെ ഭർത്താവായ സച്ചിയോടും സോഷ്യൽ മീഡിയയിൽ വന്ന ആൾക്കാരൊക്കെ, ക്യാമറാമാൻമാരൊക്കെ, ഇങ്ങനെ ഓരോ ചാനലുകാരൊക്കെ ചോദിക്കുകയാണ്, നിങ്ങളാണോ ഈ ശക്തിയൊക്കെ പകർന്നു കൊടുത്തത്? നിങ്ങളൊരു ഭർത്താവാണല്ലോ, ഈ ചേച്ചിയുടെ ഭർത്താവാണല്ലോ, അപ്പൊ നിങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും അല്ലേ, നിങ്ങൾ നല്ല പ്രചോദനം ആയിരിക്കും അല്ലേ ചേച്ചിക്ക് എന്നൊക്കെ പറയുമ്പം രേവതി പറയുന്നുണ്ട്, അതെ അതെ ഇതെന്റെ ഭർത്താവാണ്, എന്റെ ഭർത്താവ് എന്നെ ഇത്ര ചങ്കൂറ്റത്തോടു കൂടി ഇറങ്ങി നടക്കാനൊക്കെ ഞാൻ ഭർത്താവിന്റെ ഇതിൽ നിന്നാണ് പഠിച്ചത് എന്നൊക്കെ പറയുകയാണ്. നമ്മുടെ സച്ചിയും വലിയ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറുകയാണ് കേട്ടോ. എന്താ പറയുക, എല്ലാവരുടെയും മുമ്പിൽ വലിയൊരു താരമായി, തന്റെ ഭാര്യയാണല്ലോ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ. ഏതായാലും ഇത് നമ്മുടെ ചന്ദ്ര കാണുക. ചന്ദ്രക്ക് ഇത് കണ്ടിട്ട് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോ വർഷയും രേവതിയും കൂട്ടായാലോ എന്നൊക്കെ ഒരു പേടി. അതിനു മുമ്പ് തന്നെ നമ്മുടെ ഭാമേനെയും കൂട്ടി വർഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്നു. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ രേവതി വർഷയുടെ വീട്ടുകാരെ കാണാൻ പോകുന്നുണ്ട്. നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടെത്തിയ ചെറുക്കനാണ് അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ ശ്രമിച്ചത്. ഇങ്ങനെ പകയുള്ള ഒരു ചെറുക്കനെ വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ മോളുടെ ജീവിതം തൊലഞ്ഞു പോകത്തേ ഉള്ളായിരുന്നു. ഇപ്പൊ അവൾ സേഫ് ആയ കാര്യങ്ങളിലാണ് എത്തിയിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ രേവതി വർഷയുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ വർഷയുടെ അച്ഛൻ അമ്പരും വില്ലിനും എടുക്കുന്നില്ല. പക്ഷെ അമ്മയ്ക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നിയിട്ട് നമ്മുടെ വർഷയുടെ അമ്മയും വർഷേനെ കാണാൻ വേണ്ടി ചെല്ലുന്നു, ചന്ദ്രയും കാണാൻ വേണ്ടി ചെല്ലുന്നു. രണ്ടുപേരും ഒരുമിച്ചൊക്കെയാണ് കാണാൻ ചെല്ലുന്നത് കേട്ടോ. ഏതായാലും അതിനിടയിലുള്ള കുറച്ച് രസങ്ങളൊക്കെ ഉണ്ട്. രസമാണ് കാണാൻ. നമ്മുടെ ചന്ദ്രയും അതുപോലെ വർഷയുടെ അമ്മയും തമ്മിലുള്ള കുറച്ച് കോൺവെർസേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി കുറച്ച് രസമാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് കാണാൻ കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ ഇനിയിപ്പോ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണം. നമ്മൾ ഇന്നും രാവിലെ കറക്റ്റ് 7:30 ആകുമ്പോൾ ഫുൾ വിശേഷവുമായിട്ട് എത്തുന്നതായിരിക്കും. ഇന്നും നമ്മൾ 7:30 ആകുമ്പോൾ മിസ് ചെയ്യാതെ ഫുൾ വിശേഷം ഇടാറുണ്ട്. നയനയുടെയും ആദർശിന്റെയും ഫുൾ വിശേഷവും നമ്മൾ ഇടാറുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.